Вот другого человека, видишь? Вот у него тут за 2 недели, видишь, вот даты все написаны. Вот видишь, с 1 августа по 15. Зарплата 40 тысяч. 16 августа по 31. Он тут 4 дня не выходил, вот у него зарплата получилась 32 450. Вот сентябрь месяц пошел. Видишь, вот тут 36 у него зарплата. Все индивидуально зависит от того, как он будет работать. Пацаны как будут работать, так и будут получать. Иди, смотри, видишь, вот это вот за 2 недели 40 450. 47 800. Это в месяц уже получается у него 90 тысяч. Видишь? Вот. Вот зарплата. Тут уже он 36 получил. Тут 30 получил. Это я тебе показываю за 2 недели. Видишь, тут 35. Тут 38 у него выходит. Все будет индивидуально. Вот видишь, тут 43 он получил. Все будет индивидуально. Вот видишь, вот тут вот зарплата. Вот сколько он. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ കയറുന്നത് മുതൽ നിങ്ങൾ ആ കമ്പനിയിൽ ജോലി കഴിഞ്ഞ് പോകുന്നവരെയുള്ള എല്ലാം നിങ്ങളെ റെക്കോർഡിംഗ് ആയിരിക്കും. ഒരു റെക്കോർഡ് ബുക്ക് ഉണ്ടായിരിക്കും. ആ റെക്കോർഡ് ബുക്കിലെല്ലാം റെക്കോർഡിംഗ് ആയിരിക്കും. നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്തു, എത്ര മണിക്കൂർ നിങ്ങളുടെ ജോലിൻ്റെ ടൈം എത്ര മണി മുതൽ എത്ര മണി വരെയാണ്. അപ്പം നിങ്ങൾ ഒരു 8 മണി മുതൽ 8 മണി വരെയാണ് ജോലിയാണെങ്കിൽ ആ 8 മണിക്ക് നിങ്ങൾ വന്ന് സൈൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സമയം പോകുമ്പോൾ നിങ്ങൾക്ക് സൈൻ ചെയ്യുക. നിങ്ങളെ പൈസയൊന്നും ആർക്കും അടിച്ചു മാറ്റാൻ, നിങ്ങൾ കൊണ്ടുവരുന്ന ഏജന്റുമാർക്കൊന്നും അടിച്ചു മാറ്റാനോ ഒന്നും പറ്റത്തില്ല. കള്ളന്മാരായിട്ടുള്ള ഏജന്റുമാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളെ ഡീമോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ബുദ്ധി വിവരമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. കാരണം നിങ്ങളെ റെക്കോർഡ് ബുക്കിൽ അത് ഒരു ക്യാമറയുടെ മുമ്പിലായിരിക്കും റെക്കോർഡ് ബുക്ക് എഴുതുന്നത്. അത് അവിടുത്തെ ഉപ്രവിലാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മാനേജറിന്റെ അണ്ടറിലായിരിക്കും. കാരണം എന്തെങ്കിലും അതിൽ തിരുമല നടത്തുകയാണെങ്കിൽ ക്യാമറ പിടിച്ചാണെങ്കിൽ വലിയ വിഷയമാവും. കാരണം നിങ്ങൾ എത്ര മണിക്കൂർ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ എഴുതി വെക്കും. അതായത് നിങ്ങളൊരു 5 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മണിക്കൂറിന്റെ ക്യാഷ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ 12 മണിക്കൂറിന്റെ ക്യാഷ് കിട്ടും. അതൊക്കെ റെക്കോർഡിംഗ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ പൈസ ഒരാൾക്കും അവരിൽ നിന്ന് എടുക്കാനോ അടിച്ചു മാറ്റാനോ ഒരു ഏജന്റുമാർക്കും പറ്റത്തില്ല. അതൊക്കെ ഇല്ലാത്ത കള്ള പ്രചരണങ്ങൾ നടത്തുന്ന കള്ള ഏജന്റുമാർ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ള ഏജന്റുമാരോട് നിങ്ങൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് അവന്മാർ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുവാണെങ്കിൽ ഓക്കെ. ചില കള്ളം ഏജന്റുമാർ പറയുന്നുണ്ട്, ഇവിടെ വരരുത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ്, ദുരിതമാണ്, പ്രയാസമാണ്, പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് 5ഉം 8ഉം വർഷമായിട്ടുള്ള ഏജന്റുമാരാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഏജന്റുമാരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യം, നീ എന്തിനാണ് ഇത്രയും കാലം ഇത്രയും കഷ്ടപ്പാടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇവിടെ പിടിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് വല്ല കൂലിപ്പണി എടുത്ത് ജീവിച്ചുകൂടെ, അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലേക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൂടെ എന്നുള്ളത് നിങ്ങൾ ചോദിക്കാം. അതിനുള്ള ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക്, നീ എന്തുകൊണ്ടാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ? കഷ്ടപ്പാടുണ്ടാവും. എല്ലാ രാജ്യത്തും എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടാവും. 100% ഉറപ്പാണ്. ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഇവിടെ പിടിച്ചിരിക്കുന്നത്, മറ്റുള്ളവരെ ഡിമോട്ടിവേഷൻ ചെയ്യുന്നത്? രണ്ടാമത് കാര്യം പറയുന്നത്, ഞാനൊരു ഏജന്റൊന്നും അല്ല. ഞാൻ ഇങ്ങനെയുള്ള വിസയും തട്ടിപ്പ് നടത്തുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന എൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇവൻ തന്നെ വലിയൊരു കള്ളനാണ്. ഈ കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കള്ളത്തരം ഇവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ മറ്റുള്ളവരെ ഡിമോട്ടിവേഷൻ ചെയ്യുന്നു, ഇവിടെ വരരുത്, ഇവിടെ വന്നിട്ട് മറ്റുള്ളവർ കുറച്ച് ക്യാഷ് ഉണ്ടാക്കുന്നൊന്നും ഇവന് ഇഷ്ടമല്ല. അപ്പം ഇതായത് ഇവൻ 5ഉം 6ഉം 7 ലക്ഷം രൂപ കൊടുത്തിട്ട് ആളുകളെ കൊണ്ടുവരുന്നു. അപ്പം അതൊന്നും വളരെ തുച്ഛമായ എമൗണ്ടിൽ റഷ്യയിലേക്ക് ആളുകൾ വരുന്നതൊന്നും ഇവന് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള കള്ളൻ ഏജന്റുമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവന്റെ ബിസിനസ് നടക്കുന്നില്ല. അതൊക്കെ കാരണം മറ്റുള്ളവർ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഏജന്റുമാർ ഇങ്ങനെയുള്ള കള്ള പ്രചരണങ്ങൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവൻ പറയുന്നുണ്ട് മറ്റുള്ളവരോടത്ത്, നിങ്ങളെല്ലാവരും ടാക്സ് അടക്കണം. നിങ്ങൾ ടാക്സ് ഇതിനോട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു നിങ്ങൾ ലയബിലിറ്റിയാണ്, നിങ്ങളൊരു ബാധ്യതയാണ്. പിന്നെ ഇങ്ങനെയുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത്, നീ ടാക്സ് അടച്ച, ഇത്ര കാലം ടാക്സ് അടച്ച നിന്റെ കള്ളാസ് എടുത്ത് കാണിക്കുക. പിന്നെ ഇവൻ പറയുന്നത്, എൻ്റെ കമ്പനി എനിക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾ 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ, പിന്നെ നിങ്ങൾക്ക് തിരിച്ച് കയറി വരാൻ പറ്റത്തില്ലല്ലോ എന്ന്. എല്ലാ വിസക്കും ലിമിറ്റേഷൻ ഉണ്ട് ബ്രോ. അപ്പോൾ ഈ വിസ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവിടുത്തെ TRC പോലും 3 വർഷം കിട്ടത്തുള്ളൂ. TRC കാർഡ് ഇല്ലെങ്കിൽ PR പെർമനന്റ് റെസിഡൻസി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രം ഇവിടെ പെർമനന്റ് ആയി. വേറെ ഒരു വിസയിലും എല്ലാ വിസക്കും ലിമിറ്റേഷൻ ഉണ്ട്. തലക്ക് സുഖമില്ലാത്തവരാണെങ്കിൽ പലതും പറയും. അപ്പം വിസ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കമ്പനിക്ക് അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ചില കമ്പനികൾ അവർക്ക് വിസ കൊടുക്കത്തുള്ളൂ, വിസ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുക്കത്തുള്ളൂ. എല്ലാ കമ്പനിക്കും ഒരു കോൺട്രാക്ട് ഉണ്ടാവും. ഇത് മാക്സിമം വരുന്ന കോൺട്രാക്റ്റാണ് 3 വർഷത്തെ കോൺട്രാക്ട്. പല കമ്പനികളും 1 വർഷമാണ് കോൺട്രാക്ട് കൊടുക്കുന്നത്. 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കമ്പനിക്ക് ആളുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 3 വർഷം വരെ കോൺട്രാക്ട് അവർ കൊടുക്കാം. അതായത് ഇന്റർനാഷണൽ സിറ്റിസൺ
വർഷത്തിന്. അങ്ങനെ കൂടുതൽ കാലമൊന്നും അങ്ങനെ കോൺട്രാക്ട് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആ കമ്പനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടണം, ക്വാളിറ്റി നിങ്ങളുടെ വർക്കും ക്വാളിറ്റി ഇഷ്ടപ്പെട്ട ആ കമ്പനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അവർ തരത്തുള്ളൂ. അല്ലാതെ ഒരു കമ്പനി ഒരു പ്രാവശ്യം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് 3 വർഷത്തേക്ക് ഒറ്റ തവണ അടിച്ച് കിട്ടുന്നത്. അത് ഏറ്റവും വലിയൊരു ഒരു റെസിഡൻസി വിസക്ക് തുല്യമാണ്. 3 വർഷത്തെ ഒരു ടെമ്പററി റെസിഡൻസി വിസക്ക് തുല്യമാണ് ഈ ഒരു 3 വർഷത്തെ വർക്ക് പെർമിറ്റ്. അപ്പോൾ അത് ആ ഒരു വർക്ക് പെർമിറ്റിൽ നിങ്ങൾ വരികയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവരെ ഡിമോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഏജന്റുമാർ പലരും പറയും. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ബുക്കിൻ്റെ കാര്യം കാണിച്ചു തന്നു. നിങ്ങളെ പൈസ അടിച്ചു മാറ്റും, നിങ്ങളെ പൈസയൊക്കെ ഇവർക്ക് അല്ല ബ്രോ, നിങ്ങളെ പൈസയൊക്കെ ഇവന്മാർ അടിച്ചു മാറ്റും, നിങ്ങളെ പൈസയൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങളെ പൈസയിൽ നിന്ന് പകുതിയും ഇവന്മാർ അടിച്ചു മാറ്റും. ഒരു പൈസ പോലും ഒരാൾക്കും അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇത് കറക്റ്റ് കൃത്യമായിട്ട് റെക്കോർഡ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ റെക്കോർഡ് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരാഴ്ച പണിയെടുത്ത് ഇത്ര ശമ്പളം, ഒരു 15 ദിവസം ഗ്രാഫിക് ഇത്ര മണിക്കൂർ, ഇത്ര ഒരു മാസത്തിൽ 15 ദിവസം പണിയെടുത്ത ഇത്ര ശമ്പളം, എല്ലാം കറക്റ്റായിട്ട് റെക്കോർഡ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ആരെയും കയ്യിലെടുക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാർക്ക് ഇവന്മാർക്ക് ഒരുപാട് നല്ല സ്കില്ലുണ്ടാവും. കാരണം ആളുകളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാർക്ക്. നമുക്ക് അങ്ങനെ ഇല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് എന്താണോ അറിയുന്ന ആ കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ കാര്യങ്ങളൊന്നും അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്താനൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇല്ലത് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കള്ളന്മാരായിട്ടുള്ള ഏജന്റുമാർക്ക് ഇങ്ങനെ ഒരുപാട് തട്ടിപ്പ് നടത്താനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് നീ ടാക്സ് അടച്ച കള്ളാസ് കാണിക്കുക, അതിന്റെ ഡോക്യുമെന്റ് എടുത്ത് കാണിക്കുക, നീ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ആ കമ്പനിയുടെ ഡീറ്റെയിൽ നമുക്ക് അയച്ചു തരാമെന്നുള്ളത് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നിങ്ങളെ മുതലെടുത്ത് നിങ്ങളെ ഡീമോട്ടിവേഷൻ ചെയ്ത് നിങ്ങളെ മനസ്സിനെ മടുപ്പിച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാത്ത രീതിയിലാക്കും. അങ്ങനെയുള്ള ഏജന്റുമാരാണ്. കാരണം ജോലി ഉണ്ടാവും ബ്രോ, നമുക്ക് നാട്ടിലാണെങ്കിൽ ജോലിയില്ലേ, എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും, ജോലി ഉണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഇവിടെ 12 മണിക്കൂറാണ് നോർമൽ ഡ്യൂട്ടി ടൈം. അത് ഇവിടെ റഷ്യക്കാരും എല്ലാവരും ചെയ്യുന്നതാണ്. ഒരുപാട് മലയാളികൾ വന്നിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ജോലി ഇല്ലാതെ നമുക്ക് പൈസ കിട്ടണമെങ്കിൽ ജോലി എടുക്കണം. അല്ലാതെ ഇവനെ പോലെ തിന്നും പിന്നെ തിന്നിട്ട് മറ്റേ പല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് മറ്റുള്ളവനെ കുറിച്ച് ഡിമോട്ടിവേഷൻ ചെയ്യുക. എന്തിനാണ് നാറ നീ അങ്ങനെ ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ നീ ഇവിടെ പിടിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് കൂലിപ്പണിയെടുത്ത് ജീവിച്ചാൽ പോരെ? എന്തിനാണ് വീണ്ടും ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും തെളിവുകൾ ഞാൻ ആളുകളെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ടും വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ ഇതിനായിട്ട് ചെയ്യുക. കാരണം ഇവനൊരു റെക്കോർഡായിട്ട് എല്ലാവർക്കും ഒരു റെക്കോർഡായിട്ട് വെക്കും. ആരെങ്കിലും ക്ലയൻറ്റ് ഇവനെ വിളിക്കും. കാരണം സ്വാഭാവികമാണ്, ഇവൻ്റെ നമ്പർ ഉണ്ടല്ലോ വാട്സപ്പ് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് വിളിക്കും. അപ്പം ഇവൻ ഡിമോട്ടിവേഷനായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് ഇവിടുത്തെ സംഭവം, ഇങ്ങനെയാണ് ഇവിടെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. അത്രയും കഷ്ടപ്പാടാണെങ്കിൽ നീ എന്തിനാണ് നാളെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നീ ഇവിടെ പിടിച്ചിരിക്കുന്നത്? നീക്ക് നാട്ടിൽ പോയിട്ട് വല്ല കൂലിപ്പണി എടുത്ത് ജീവിച്ചാൽ പോലെ. എത്ര പ്രാവശ്യം പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ഏജന്റുമാർക്ക് കല്യാണവും എന്നിട്ട് വീണ്ടും വീഡിയോ ചെയ്യും. അത് സ്വാഭാവികമാണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. ആളുകളെ ഡീമോട്ടിവേഷൻ ചെയ്ത് മടുപ്പിക്കും. അവൻ്റെ മനസ്സ് മടുപ്പിച്ചിട്ട് എന്നിട്ട് അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. മറ്റുള്ളവൻ ഒരു രാജ്യത്ത് പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. ഇല്ലത് കാര്യം ഞാൻ പറയാമല്ലോ, ചില ഏജന്റുമാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഇവനെ പോലുള്ള ഏജന്റുമാർ കോടിക്കണക്കിനാണ് ഇതിലൂടെ പല വിസയിലൂടെ ഉണ്ടാക്കുന്നത്. ഇവൻ്റെ ആസ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വലിയ കോടികൾ ഇവൻ്റെ കയ്യിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 7-8 ലക്ഷം രൂപ കൊടുത്ത് കൊണ്ടുവരുന്ന വിസക്ക് 3-4 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ അത് 2 ലക്ഷം 2,50,000 അത്രയും വളരെ തുച്ഛമായ എമൗണ്ടിലൊക്കെ പല വിസയിലും കൊണ്ടുവരുമ്പോൾ ഇതിനെ പോലത്തെ ഏജന്റുമാരെ വലിയ രീതിയിൽ തിരിച്ചടിയാവും. അപ്പോൾ ഇവന്മാർ ഇങ്ങനെ യൂട്യൂബ് ചാനലിലെല്ലാം ആയിട്ട് വരും മറ്റുള്ളവരെ ഡിമോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടിട്ട് വിശ്വസിക്കുന്ന ചില മണ്ടന്മാരായിട്ടുള്ള മലയാളികളെയാണ് നമ്മൾ ഇതാക്കേണ്ടത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകും, മറ്റുള്ളവർ പറയുന്നതിലല്ല. നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, ആരാണ് കള്ളൻ ആരാണ് ശരി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് എവിഡൻസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നു. ഇതിൻ്റെ അപ്പുറം എനിക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല ബ്രോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പറയണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെല്ലാം ഗുഡ് ബൈ.